ഇന്ന് 3 മണിയായപ്പോൾ പറമ്പിലേക്ക് ഞാൻ ഇറങ്ങി. 2 ദിവസം ഒരു മുള്ളാത്ത പഴുത്ത് കിടക്കണതേ. നല്ല മഴയൊക്കെ ചെയ്ത് കാരണം അത് പറിക്കാനൊന്നും പറ്റിയില്ല. അതുമല്ല, ഞാൻ പറിക്കുകയാണെങ്കിൽ തോട്ടി വെച്ചൊക്കെ പറിക്കുമ്പോൾ അത് ചെതറിപ്പോവും, എൻ്റെ കൈയൊന്നും ഒത്തൂല. അപ്പോൾ ചേട്ടനെ കൊണ്ട് ഞാനത് പറിപ്പിച്ച്. ചേട്ടനാണെങ്കിൽ കൈയെത്തും. ഇപ്പോൾ ഒരു അരുവാളൊക്കെ കൊടുത്തപ്പോൾ ചേട്ടനത് പറിച്ചെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല തൂക്കമൊക്കെ ഉണ്ട് കേട്ടോ, 1 കിലോത്തോളമൊക്കെ ഉണ്ട് ഇത്. പിന്നെ ഇത് 2-3 ദിവസമെല്ലാം ഇങ്ങനെ പാകം വന്ന പോലെ ഇരിക്കണം. ഇനി ഉള്ളിൽ ചീത്തയാന്നൊന്നും അറിയില്ല, കട്ട് ചെയ്യുന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. എന്ത് തന്നെ ഉറുമ്പ് പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇതേ കളറൊക്കെ ആയിട്ടിരിക്കണം. അല്ലെങ്കിൽ നല്ല സ്റ്റൈലായിരിക്കുമല്ലോ പച്ച കളറൊക്കെ ആയിട്ട്. ഉറുമ്പ് പിടിക്കുമ്പോൾ അണ്ണാന് പേടിയാണ്, അണ്ണാൻ വന്ന് കാര്യമില്ല. അപ്പോൾ ഉറുമ്പ് ഇങ്ങനെയൊക്കെ കാണിച്ചു നോക്കും കേട്ടോ, കറുത്ത കളറൊക്കെ ആയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇത് ഞാൻ ഓസിൽ വെള്ളമൊക്കെ എടുത്ത് അടിച്ചായിരുന്നു. അപ്പോൾ ആ കുറേ ഉറുമ്പൊടി പോലത്തേക്ക് അങ്ങോട്ട് പോയി. പിന്നെ പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ഒഴിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയത്, നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊണ്ട് പൊളിച്ച് കളയൂലേ, അതുപോലെ ഇതിൻ്റെ തൊണ്ട് പൊളിച്ച് കളയാട്ടോ. അപ്പം നല്ല സൂപ്പറായിട്ട് കിട്ടും. പിന്നെ ഉണ്ടല്ലോ, ഇന്ന് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ചക്കക്കുരുവൊക്കെ നന്നാക്കി എടുത്തിട്ടാ. അതിൻ്റെ ഈ ബ്രൗൺ കളറിലെ ഇതൊന്നും ഞാൻ കളഞ്ഞില്ല, തൊണ്ട്. അത് നല്ല ഔഷധമുള്ള സംഭവമല്ലേ. പിന്നെ ഞാനൊരു ചട്ടിയിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതിട്ട് കൊടുത്തായിരുന്നു കേട്ടോ നമ്മുടെ ചക്കക്കുരു. എന്നിട്ട് അതിനകത്തേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുത്ത്, എന്നിട്ട് നല്ലപോലെ അത് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഇതിനാവശ്യമായിട്ട് ഞാനുണ്ടല്ലോ ഒരു സവാള നല്ലപോലെ കൊത്തിയരിഞ്ഞെടുത്ത്, 3-4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇത്തിരി ഇഞ്ചി, ഇത്തിരി വേപ്പില, ഇതെല്ലാം നമുക്കുണ്ടല്ലോ ഒന്ന് നല്ലപോലെ വയറ്റിയൊക്കെ എടുക്കണം. പിന്നെ ഇച്ചിരി ഉപ്പിൽ പറ്റിയ ചെമ്മീനും ഉണ്ടായിട്ടാ. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടും എണ്ണ ഒഴിച്ചായിരുന്നേ. അത് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സംഭവം എല്ലാം അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത്. പിന്നെ നമ്മുടെ ഈ വലിയ ചെമ്മീനല്ലേ, അത് നമ്മൾ അങ്ങനെ ഇട്ടാൽ ഒരു ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാനതൊന്ന് നല്ലപോലെയൊക്കെ ഒന്ന് ചതച്ചൊക്കെ എടുത്തിട്ടാ. എന്നിട്ട് നമുക്ക് അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിനായിട്ട് വേറെ നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് കിടന്ന് വയന്ന് കിട്ടിക്കോളും. എന്നിട്ട് ഞാനത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തായിരുന്നു. എന്നിട്ട് നല്ലപോലെ നമുക്കത് മൊരിച്ചൊക്കെ എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഇതുണ്ടല്ലോ, നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന ഈ ചക്കക്കുരു വെന്തല്ല, അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചൊക്കെ വെക്കാം കേട്ടോ. പിന്നെ ഇതിനാവശ്യമായിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, ഇത്തിരി മസാലപ്പൊടി, ഇതെല്ലാം നമുക്കിത് വയന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ ചക്കക്കുരു ഉണ്ടല്ലോ, അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഉണ്ടായി കുറച്ച്, അപ്പടിയും വെള്ളം നമ്മൾ പറ്റിക്കണ്ട. അത് നമ്മളൊന്ന് അടിച്ചൊക്കെ എടുക്കുമ്പോൾ നല്ല രീതിയിൽ അടിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ പിന്നെ അത് ചിലതൊക്കെ അടിയാണ്ട് കിടക്കും. അങ്ങനെ ഞാനത് അടിച്ചെടുത്തിട്ടാ. അതിനകത്തേക്ക് നമ്മൾ വയറ്റി വെച്ചേക്കുന്ന സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതുകൂടാണ്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് അരിപ്പൊടി വേണേ. അപ്പോൾ ആ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ആ ഇതിന് മാത്രമുള്ള ഉപ്പല്ലേ ഇട്ട് കൊടുത്തത്, അപ്പോൾ കുറച്ചും കൂടെയൊക്കെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട. ആ നനവിൽ നമുക്കിത് കുഴച്ച് നല്ലപോലെ ഉരുട്ടിയൊക്കെ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമുക്ക് കൈവെള്ളയിൽ വെച്ച് ഇങ്ങനെ എടുക്കാം കേട്ടോ, ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട്. അപ്പോൾ ഞാൻ അധികം ആളുകളൊന്നും ഇല്ലല്ലോ, അപ്പോൾ കുറേ എടുത്തിട്ട് കാര്യമില്ലെന്ന് ഓർത്ത് കുറച്ചെടുത്ത് മാറ്റി വെച്ച്, ബാക്കിയുള്ളത് ചായക്ക് മതിയല്ല എന്നും പറഞ്ഞെടുത്തതാണേ. എന്നിട്ട് നമുക്കിത് എണ്ണയിലേക്ക് നമുക്ക് പൊരിച്ചെടുത്താൽ മതി. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് പൊരിച്ചൊക്കെ എടുക്കണം കേട്ടോ. അങ്ങനെ എടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളി, നമ്മൾ അറിയൂല ഇത് എന്താണ് ചക്കക്കുരു ആണെന്നൊന്നും അറിയൂല. ചെമ്മീനൊക്കെ ചേർത്ത് വെക്കണതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് ചെമ്മീനൊന്നും ഇല്ലെങ്കിലുണ്ടല്ലോ വെറുതെ ആണെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. പിന്നെ അതുമല്ല, ബീഫൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇതുപോലെ ഉപ്പിൽ പറ്റിയത് നമുക്കിങ്ങനെ മിക്സിയിൽ അടിച്ചിട്ടിട്ട് ഇതേപോലെയൊക്കെ തന്നെ ചെയ്യാം കേട്ടോ. എന്ത് ടേസ്റ്റായിരിക്കും എന്നാൽ, ആരും അറിയൂല ഇത് ചക്കക്കുരുവാണെന്ന്. മിക്കവരും തിന്നിട്ടൊക്കെ എന്നോട് ചോദിക്കും ഇതെന്ത് സാധനമാണെന്ന് ചോദിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറയും. എന്നിട്ട് നമുക്കിത് ചായക്കൊക്കെ എടുക്കാം. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും, കഴിക്കാത്തവരും കഴിക്കും. ചക്കക്കുരുവാണെന്നൊക്കെ ഓർത്ത ആൾക്കാർ ഇത് ഗ്യാസായിരിക്കുമല്ലോ എന്നൊക്കെ പറയും ചിലവർ. പക്ഷേ അങ്ങനെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല, നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചേർക്കണുണ്ടല്ലോ. ഇനി വല്ല ഗ്യാസ് ഉണ്ടെങ്കിൽ തന്നെ ഒരു പുതിനയിലയുടെ കഷ്ണം നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിച്ചാലും മതി. പക്ഷേ ഇന്ന് വരെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ചക്കക്കുരുവൊക്കെ വെച്ച് ഇങ്ങനെ നോക്കട്ടോ, അപ്പോൾ അറിയാൻ പറ്റും നല്ല ടേസ്റ്റുള്ള സംഭവമാണെന്ന്.